One word, 3 different meanings in English. Ready? Let's go. I run every morning. ഞാൻ എല്ലാ രാവിലെയും ഓടുന്നു. ഈ സെൻറ്റൻസ് ഒരു ആക്റ്റീവ് വോയിസ് ആണ്. റൺ എന്നത് ഇവിടെ എക്സസൈസിനെ സൂചിപ്പിക്കുന്നു. ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് ഒരാൾ പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ഷി റൺസ് എ സ്മോൾ ബിസിനസ്. അവൾ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു. ഇവിടെ റൺസ് എന്നത് ഓടുക എന്ന അർത്ഥത്തിലല്ല, ഈ വാക്ക് നടത്തുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് അവൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു, ചലിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇതിന് അർത്ഥം. ഈ സെൻറ്റൻസും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. കാരണം അവൾ ആ ജോലി സ്ഥിരമായി ചെയ്യുന്നു. ഇവിടെ റൺ എന്ന് പറയുന്നത് നടത്തുക എന്ന അർത്ഥത്തിലാണ്. ഇത് ഒരു ബിസിനസ് കോൺടെസ്റ്റ് ആണ്. മൂന്നാമതായി വി ആർ ഗോയിങ് ടു റൺ ഔട്ട് ഓഫ് ടൈം. റൺ ഔട്ട് ഓഫ് എന്നത് ഒരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ അർത്ഥം ഒന്ന് തീരുക അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കുക. ഇവിടെ ടൈം തീരുകയാണ് അല്ലേ? അതായത് സമയം മതിയാകാൻ പോകുന്നു. റൺ ഔട്ട് ഓഫ് ടൈം എന്നതാണ് അർത്ഥം. ഒരു കാര്യം പൂർത്തിയാക്കാൻ സമയമില്ലാതാകുക. ഡെഡ് ലൈൻ സമയം കുറയുമ്പോൾ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നു. റൺ ഔട്ട് ഓഫ് എന്നത് ഒരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ അർത്ഥം ഒന്ന് മുഴുവൻ ഉപയോഗിച്ച് തീർക്കുക. റൺ ഔട്ട് ഓഫ് ഉപയോഗിക്കാം. സമയം, പണം, ഇന്ധനം, ഭക്ഷണം അല്ലേ തുടങ്ങിയവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ഇതെങ്ങനെയാണ്? വി ആർ ഗോയിങ് ടു റൺ ഔട്ട് ഓഫ് ടൈം. അപ്പോൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ റൺ എവരി മോർണിംഗ്. ഞാൻ എല്ലാ രാവിലെയും ഓടുന്നു. അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഷി റൺസ് എ സ്മോൾ ബിസിനസ്. അവൾ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു. അത് ബിസിനസ് മാനേജ് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. നമ്പർ 3 വി ആർ ഗോയിങ് ടു റൺ ഔട്ട് ഓഫ് ടൈം. നമുക്ക് സമയം തീരാനിരിക്കുന്നു അല്ലേ? യൂസ് അപ്പ് ഓർ ഫിനിഷ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.